ജൂബിലി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 25 വർഷം സ്നേഹഗിരിയിൽ ജീവിച്ചത് ഈ പരിശുദ്ധ ബലിയിലിന് ശക്തി സംഭരിച്ചുകൊണ്ട്. നമുക്ക് നന്ദി പറയാം. ഈ ജീവിതത്തിലൂടെ ദൈവം തന്ന കൃപകളെ സ്നേഹഗിരിയോട് ചേർത്ത് നിർത്തി ലോകത്തിനും തിരുസഭയ്ക്കും നമ്മുടെ സന്യാസിനി സമൂഹത്തിനും ബന്ധപ്പെട്ടവർക്കും ഒക്കെ കൃപയാക്കി തീർത്ത ഈ 25 വർഷത്തെ നന്മകൾക്ക് ഈശോയുടെ ബലിയോട് ചേർത്ത് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ട സിസ്റ്റർ സിബിയ, സിസ്റ്റർ സനില, സിസ്റ്റർ ഹർഷിത, സിസ്റ്റർ സിസിൽ, സിസ്റ്റർ സിസി, സിസ്റ്റർ ആൽക്കോ, സിസ്റ്റർ സിൽവിയ, സിസ്റ്റർ ടിസ, സിസ്റ്റർ ദിവ്യ, സിസ്റ്റർ റിനറ്റ്, സിസ്റ്റർ ടാൻസി, സിസ്റ്റർ ഇന്ദ, സിസ്റ്റർ ഹിത, സിസ്റ്റർ ഗ്രീഷ്മ, സിസ്റ്റർ രഞ്ജിത, സിസ്റ്റർ ജിസ, സിസ്റ്റർ അനൂപ, സിസ്റ്റർ ജെറിൻ, സിസ്റ്റർ രഞ്ജന, സിസ്റ്റർ മജിദ, സിസ്റ്റർ മെറിൻ, സിസ്റ്റർ ലിനി, സിസ്റ്റർ ഡേയ്സ്. കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചെന്നീടാം ഒരു നയൊടി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതി. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. സുഖസ്ഥിതനാം താതാനി നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. Sada
പരിശുദ്ധൻ നീയെന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾ ഇന്നരുളിയിടണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഃഖാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. താത്തനുമതുപോലാത്മജനും റുഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽ എന്നതുപോലെ കാമേനാനവരതം. സ്വർഗ്ഗസ്ഥിതനാം താതാനി സ്തുതി തന്നിസ്തുലമഹിമാവാ. ഓ സ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപുരം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കേണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. താവേ മമ രാജാവേ, പാടും നിൻ പുകഴുന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ.
വാഴ്ത്താമവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിനു മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. യേശുനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നീ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദിമുതൽ എന്നേക്കുമാമേ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർജനം ബലവാനവർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നീക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രമിക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ പിതാവേ ആശീർവദിക്കണമേ. കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പ്രതിഫലത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവന്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ പിതാവേ ആശ്രദിക്കണമേ. കർത്താവിനോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ധന്യമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്നെ രക്ഷിക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അതിർത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും
ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. വാഴ്ത്തിപ്പാടുന്നു കർത്താവിൻ തിരുദാനത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദിയിൽ. കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ
കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് മിശിഹായുടെ മുഖത്തെ ദൈവതേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. ആശങ്കാകുലരെങ്കിലും നിരാശരല്ല. പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ഈശോയുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ ഈശോയുടെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈശോയെ പ്രതി മരണത്തിന് സദാ ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലോരാശയമെങ്ങനെന്നാലും വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റമനോഗ്രഹപൂരിത കവിത തൂലിക പോലെ നാവിപ്പോ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ഉള്ളവന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്നാൽ അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ അനുഗ്രഹീത എന്ന് പ്രകീർത്തിക്കും. എന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറകൾ തോറും തന്റെ കരുണയുണ്ടായിരിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെ ഇറക്കി. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി അരുൾ ചെയ്തതുപോലെ ഈശ്വരത്വം ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട എന്നാളെന്ന മോന് ജൂബിലി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മറ്റേ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്നുള്ള സന്യാസാർത്ഥിനികളെ, സഹോദരങ്ങളെ, സ്നേഹഗിരി സന്യാസിനി മിഷണറി സമൂഹത്തിൽ 24-25 ബാച്ചുകൾ ഒരുമിച്ച് ജൂബിലി ആചരിക്കുന്ന അവസരമാണ്. 23 പേരാണ് ആകെ 2 ബാച്ചിലായിട്ടുള്ളത്. 24-ാം ബാച്ചിൽ 11 പേരുണ്ട്. 10 പേരും ഇവിടെയുണ്ട്. ഒരാൾ ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. 25-ാം ബാച്ചിൽ 12 പേര്, 4 പേര് നാട്ടിലില്ല. ഒരാൾക്ക് അനാരോഗ്യം കാരണം ഇന്നത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാവില്ല. ബാക്കി 7 പേര് ഇവിടെ സന്നിഹിതരാണ്. ഇവരെ 23 പേരെയും പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചാണ് നമ്മൾ ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കുടുംബം, മാതാപിതാക്കളെ കൃത്യമായിട്ട് നമുക്ക് ഓർക്കാം. ഓരോരുത്തരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടാവും, ചിലരുണ്ടാവില്ല. അങ്ങനെ ഇവരെ ജന്മം നൽകി ഇവരെ വളർത്തിയ മാതാപിതാക്കളെ, കുടുംബത്തെ എല്ലാം പ്രത്യേകം ദൈവസന്നിധിയെ സമർപ്പിക്കാം. പിന്നീട് സന്യാസ ജീവിതത്തിലേക്ക് ഇവരെ നയിച്ചവരെ എല്ലാം നമുക്ക് ഓർക്കാം. സ്നേഹഗിരി സന്യാസിനി സമൂഹത്തിൽ വന്ന് ഇവര് പഠിച്ച് സന്യാസിനികളായി 25 വർഷം സഭാ ശുശ്രൂഷ ചെയ്തു. ആ സമൂഹത്തെ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണ്. സ്നേഹഗിരി സന്യാസിനി സമൂഹം ഇവരെ തിരഞ്ഞെടുത്ത സുപ്പീരിയേഴ്സ് ഉണ്ട്, പഠിപ്പിച്ചവര്, ആത്മീയമായി വളർത്തിയവര്, ഇങ്ങനെയെല്ലാം ഉള്ളവരെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇവർ ശുശ്രൂഷ ചെയ്ത എല്ലാ പ്രദേശങ്ങളും ജനങ്ങളും ഇവരുടെ ശുശ്രൂഷയ്ക്ക് പാത്രമായവരും ജീവിച്ച ദേശവും ഒക്കെ തീർച്ചയായും ദൈവ കൃപയിലാണ്. ഇതെല്ലാം നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് വിശുദ്ധ കുർബാനയിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ വായിച്ചു കേട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ 4 വായനകളിൽ ജൂബിലിയെ സംബന്ധിക്കുന്ന എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. വളരെ വ്യക്തമായും കൃത്യമായും ദൈവത്തിൻ്റെ വചനം ദൈവകൃപയുടെ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന വ്യക്തമായ വ്യാഖ്യാനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സവിശേഷമായ ഒന്നാണ്. ദൈവത്തിൻ്റെ ഈ പ്രത്യേകമായ വിളിയും തിരഞ്ഞെടുപ്പും അവിടുത്തെ ഒരിക്കലും വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 10:21 വചനം ദിവസത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ്. ഈശോ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്ന് ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. ഈശോ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് തൻ്റെ ശിഷ്യരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഓർത്ത് പിതാവിനെ സ്തുതിക്കുന്നതാണ്. എന്താണ് ഈശോ പറയുന്നത്? പരിശുദ്ധാത്മാവിൽ ഒരു ആനന്ദമാണ്. ആ ഒരു ആനന്ദത്തിലാണ് സന്യാസത്തിന്റെ അടിസ്ഥാനം നിൽക്കുന്നത്. ദൈവികമായ ജ്ഞാനം അത് ശിശുക്കൾക്കാണ് ലഭിക്കുന്നത്. അങ്ങനെ ഈശോ പറയാണ്, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിൽ മറ്റനേകം പ്രഗത്ഭരായിട്ടുള്ളവരെല്ലാം ഉണ്ട്. എന്നാൽ ഈ ജ്ഞാനം സ്വർഗത്തിൻ്റെ ജ്ഞാനമാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം വലിയ സമർത്ഥരിൽ നിന്നും
എല്ലാം വലിയ ബുദ്ധിമാന്മാരിൽ നിന്നൊക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ലോകത്തിന്റെ തലത്തിൽ വ്യാപരിക്കുന്നവർക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ സാധ്യമല്ലാത്ത ഒന്നാണ് സന്യാസ വിളി എന്ന് പറയുന്നത്. ശുദ്ധാത്മാവിൽ ആനന്ദിക്കുക എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. സന്യാസ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദമാണ്. എങ്കിൽ മാത്രമേ ആ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും എന്ന് വ്യക്തവുമാണ്. ജൂബിലി ആചരിക്കുന്നവരുടെ എല്ലാം ഹൃദയത്തിൽ ഈ ദൈവാത്മാവിൻ്റെ ആനന്ദം നിറഞ്ഞു നിൽക്കുകയാണ്. 25 വർഷം ദൈവം നയിച്ചതോർത്ത് ആ വഴികളെല്ലാം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഹൃദയം നിറയെ ഞങ്ങൾക്ക് നന്ദി പറയാനും ദൈവത്തെ സ്തുതിക്കാനും ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ കാര്യങ്ങൾ ഓർത്ത് എന്നും സന്തോഷിക്കാനും കാരണമാകുന്നു. വീണ്ടും ലൂക്കാസ് വിശേഷത്തിൽ 10-20 വചനം പറയുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരോട് പറയുന്നതാണ്, എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുമെന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷം. ശിഷ്യന്മാർ ഓടി വന്ന് ഈശോയുടെ അടുത്ത് പറഞ്ഞു, അല്ല ഗുരുവേ, പിശാചുക്കളെല്ലാം ഞങ്ങളെ കാണുമ്പോൾ ഓടിപ്പോകുന്നു. ഇത് സന്തോഷമുള്ള കാര്യമില്ല. അപ്പോൾ ഈശോയോട് പറഞ്ഞതാണ്, അതോർത്ത് നിങ്ങൾ സന്തോഷിക്കുന്നത്. അതോർത്ത് സന്തോഷിച്ചാൽ നാളെ പിശാചുക്കൾ നിങ്ങളുടെ കൂടെ വരും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ സന്തോഷിക്കേണ്ട എന്താണ്? ദൈവം നിങ്ങൾക്ക് നൽകിയ കൃപയെ ഓർത്ത് സന്തോഷിക്കുക. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിലുണ്ട്. അതാണ് ഈ ജൂബിലി ആചരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്, ഞങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ വലിയവരാണ്. ലോകത്തിൽ നിങ്ങൾ വലിയവരാണെങ്കിൽ നിങ്ങളുടെ എല്ലാം പദ്ധതിയാവുക. ലോകത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാകണമെന്നില്ല. ലോകം മറ്റു ചില പ്രാധാന്യങ്ങളെയാണ് കാണുന്നത്. എന്നാൽ സ്വർഗത്തിലാണ് നിങ്ങളുടെ പേരും പടവും ഒക്കെ ഉള്ളത്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ സന്തോഷിക്കാൻ ശിഷ്യന്മാരെ ഈശോ പഠിപ്പിച്ചു. പക്ഷെ അതിന് എന്നേക്കുമായിട്ട് അകറ്റി നിർത്തണമെങ്കിൽ സ്വർഗം കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഈശോയോട് പറയുന്നത്. സ്വർഗത്തിൻ്റെ ഒരു നിഴലിൽ നിങ്ങൾ ജീവിക്കുമ്പോഴാണ് സാത്താൻ നിങ്ങളുടെ മേലൊരിക്കലും പ്രാബല്യം പ്രാപിക്കാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നത്. നിങ്ങൾ സ്വർഗത്തിൽ ലഭിച്ച നിങ്ങളുടെ സ്ഥാനത്തെ ഓർത്ത് സന്തോഷിക്കുക. വിശുദ്ധമത്തായ സുവിശേഷം 5:13-14 വചനങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. വളരെ വ്യക്തമാണ് ഈശോയുടെ ഈ വാക്കുകൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിന് ഇല്ലാതെ പോയാൽ പ്രയോജനമില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. പ്രകാശം അണഞ്ഞു പോയാലും ഫലമില്ല. അതുകൊണ്ടാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. വിളക്ക് തെളിച്ച് പീഠത്തിന്മേലാണ് വയ്ക്കുക. ഇതെല്ലാം ആന്തരികമായൊരു അർത്ഥമാണ്. മലയുടെ മുകളിൽ പണിയപ്പെട്ട നഗരം അതിനകത്ത് തന്നെ മറിഞ്ഞിരിക്കുക സാധ്യമാണ്. അതുപോലെ വിളക്ക് പീഠത്തിന്മേൽ വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ആ വെളിച്ചം കിട്ടും. എല്ലാവർക്കും ആ വെളിച്ചത്തിൽ നടക്കാൻ സാധിക്കും, ജീവിക്കാൻ പറ്റും. കഴിഞ്ഞ 25 വർഷങ്ങളിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പായി ലോകത്തിന്റെ പ്രകാശമായി ഒക്കെ ജീവിച്ചവരാണ്. അതിൻ്റെ എല്ലാം വലിയൊരു സന്തോഷമാണ് നിങ്ങളുടെ മുഖത്ത് കാണുന്നത്. സ്നേഹേലി സന്യാസിനി സമൂഹം കൈത്തമ്പ്ളാക്കൽ ബഹുമാനപ്പെട്ട അബ്രാഹാം അച്ഛൻ ആണ് സ്ഥാപക പിതാവ്. അച്ഛൻ്റെ
ദർശനം മനസ്സിലാക്കണമെങ്കിൽ 1 തെസ്സലോനിയൻസ് 4:1 വചനം അതെനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ ആ ജീവിത ദർശനവുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ്. പ്രകാരമാണ് തെസ്സലോനിയൻസ് എഴുതിയിരിക്കുന്നത്: ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറുക. സ്നേഹരി സന്യാസി മക്കളോട് അബ്രാഹച്ചൻ അങ്ങനെയാണ് തോന്നുന്നത്: ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നു, അതുപോലെ മുന്നേറുക. 25 വർഷം ജീവിച്ചു, നീ മുന്നേറാനാണ് തെസ്സലോനിയൻസിന് എഴുതുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നത്. അവർക്ക് നല്ല ഒരു സർട്ടിഫിക്കറ്റാണ് പൗലോസ് തെസ്സലോനിയൻസിൽ. നന്നായിട്ട് നിങ്ങൾ ജീവിച്ചു, നീ കൂടുതൽ മുന്നേറണം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ പൗലോസ് ശ്ലീഹ പറയുന്നത് ദൈവത്തെ ജീവിക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു. അവിടെയാണ് നിങ്ങൾ ഞങ്ങളിൽ നിന്ന്. പൗലോസ് ശ്ലീഹ അത്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മറ്റെവിടെ കൊണ്ടാണ് ഞാനാ നിങ്ങളെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നും ബ്രാഹ്മണത് നമ്മുടെ നാട്ടിലെല്ലാവരും പഠിപ്പിച്ചാണ്. സ്നേഹിത മക്കളെ മാത്രമല്ല, പാലക്കാരെ പഠിപ്പിച്ചു. അത് 19 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ഇവിടെ ആദ്യ കാലഘട്ടത്തിലുണ്ട് സിസ്റ്റർമാർക്കൊക്കെ അറിയാം. മുതിർന്ന സിസ്റ്റേഴ്സിന് ഈ വൃത്തഭവനങ്ങളിലൊക്കെ ആളുകൾ മരിക്കും. ആരുമില്ലാത്തവരാണ്, അവർക്ക് ആരുമില്ല. അവരെ മരിച്ചാൽ അടക്കാനൊന്നും ആരുമില്ല. അവരെ കൊണ്ട് പോകാനായിട്ട് അച്ഛനുണ്ടാകും, ഇതിലും കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് വരും. അപ്പം അങ്ങനെ ടൗണിൽ കൂടെ പാലായിൽ ഒരു സാധാരണ ദൃശ്യമായിരുന്നു. ഇങ്ങനെ ഒത്തിരി ആ കാലഘട്ടത്തിൽ മരണമടഞ്ഞു. ആരുമില്ലാത്തവരാണ്, അവരെ അടക്കാൻ ആരുമില്ല. ചിലരെയൊക്കെ പൊതു സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത്, ചിലരെയൊക്കെ ഇന്ത്യയിലായിരിക്കും. അങ്ങനെ പോകുമ്പോൾ അവരുടെ എല്ലാം കൂടെ ഊറാറായിട്ട് അച്ഛനുണ്ട്. ആരായിരുന്നു? ഞങ്ങളൊന്നുമല്ല, കഴിക്കുമ്പോഴൊക്കെ അബ്രാഹത്തിനുണ്ടായിരുന്നു. അപ്പം അതിലൂടെ ഒരു സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട് എല്ലാവർക്കും. ആരാണ് മനുഷ്യൻ? മനുഷ്യന്റെ മഹത്വം എന്താണ്? ദൈവം എന്താണ് ഒരു മനുഷ്യനെ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഈ ഭൂമി ജീവിക്കേണ്ടത്? അതെല്ലാവരും പഠിച്ചു. അങ്ങനെയാണ് പാലക്കാരെ ചിലരിങ്ങനെ കണ്ടു. ഈ അച്ഛൻ പോയപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചു. അപ്പോൾ ഈ അച്ഛൻ പ്രമാത്രം ആരുമില്ല. ഈ വണ്ടിയെ കെട്ടിക്കൊണ്ട് പോയപ്പോൾ എന്തിനാ അച്ഛൻ ഇങ്ങനെ എല്ലാവരുടെയും പറയാൻ പോകുന്ന എന്തിനാണ് എന്നുള്ളൊരു തോന്നലെല്ലാം ഉണ്ടായി. പക്ഷെ അതിനെല്ലാം അർത്ഥം നൽകുന്നതായിരുന്നു അച്ഛൻ്റെ സ്വന്തമായ ഓരോ സംസ്കാരത്തിലും അച്ഛനെ കാണിച്ചിരുന്ന താല്പര്യം. മനുഷ്യന്റെ മഹത്വം, ദൈവം എത്രമാത്രം മഹത്വം നൽകി മനുഷ്യനെ സൃഷ്ടിച്ചു. ജീവൻ പ്രാപിക്കേണ്ടവനാണ് ഓരോ മനുഷ്യനും. ആണല്ലോ ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം നൽകിയ മഹത്വമാണ് മനുഷ്യന്. സൃഷ്ടികളിൽ മനുഷ്യൻ നൽകിയ മഹത്വം അവൻ മരണത്തിന് ജീവനിലേക്കുള്ള ഒരു ചൂടുവെപ്പാണ് മരണമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രക്ഷയെ കണ്ടെത്താനുള്ള മനുഷ്യന്റെ ഈശോയിലാണ് എല്ലാവരുടെയും രക്ഷ എന്ന കാര്യം അതിലൂടെ പഠിപ്പിച്ചു. അതെല്ലാമാണ് സ്നേഹീയ സന്യാസി സമൂഹത്തെ അച്ഛൻ പഠിപ്പിക്കുകയും നിങ്ങളിപ്പോൾ ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു ചാരിറ്റിയല്ല. ചാരിറ്റി എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവർക്കും ചാരിറ്റി ചെയ്യുന്നത്. ഈ പ്രവർത്തികൾ ചെയ്യുന്ന മറ്റ് മതസ്ഥരുണ്ട്. മതമില്ലാത്തവർ പോലും നല്ല ഒന്നാമതും ചാരിറ്റി പ്രവർത്തിക്കുന്നത്. പക്ഷേ ചാരിറ്റിയേക്കാളൊക്കെ ഒത്തിരി അതീതമായ ഒന്നാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്നേഹീരി നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ മറ്റ് ലോകത്തിലുള്ള മതസ്ഥര് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ ചെയ്യുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കാൾ വ്യത്യസ്തമായിരിക്കണം. അതിൻ്റെ കാരണമാണ് ഇവിടെ
അഗസ്റ്റിൻ പഠിപ്പിച്ചത് തന്നെയാണ്. മനുഷ്യന്റെ മഹത്വം ഒരു വ്യക്തിക്ക് അവസരം വന്നപ്പോൾ സഹായിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇവിടെ ഒരു അവകാശിക മാനമുണ്ട്. ഈ പ്രായമായവർക്ക്, ഏറ്റു നിൽക്കാൻ പാടില്ലാത്തവർക്ക്, രോഗികൾക്ക്, സ്വന്തമായിട്ട് ഒന്നിനും സാധ്യമില്ലാത്തവർക്ക് ഇവരെയൊക്കെ ഒരു ഉദാശയായിട്ട് കാണാൻ ആണ് ഈശോ നമ്മെ പഠിപ്പിച്ചത്. അതാണല്ലോ ഈശോ മത്തായി സുവിശേഷം 25 എല്ലാവർക്കും പരിചിതമാണത്. 31 തൊട്ട് 40 വരെയുള്ള വചനങ്ങൾ. ഈശോ പറഞ്ഞു, എന്നെ കാണാനായിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകണം? കൊട്ടാരത്തിൽ പോയാലോ, അല്ലെങ്കിൽ വലിയ കസേരകളിലൊക്കെ നോക്കിയാലോ ഒന്നും എന്നെ കാണില്ല. എന്നെ കാണുന്നതിനോട് ചിലവ് എന്ന് കൃത്യമായിട്ട് ഈശോ പറഞ്ഞു. അതുകൊണ്ടാണ് ആ ഒരു ദർശനമാണ് ഓരോ മനുഷ്യനിലും ഈശോയെ കാണാൻ തക്ക ഒരു വലിയ വളർച്ചയാണ്. അതാണ് സ്നേഹി സമൂഹം ലോകത്തെ പഠിപ്പിക്കുന്നത്. അത് ചെയ്യുമ്പോഴാണ് ലോകത്തിന് മുമ്പിൽ വലിയൊരു സാക്ഷ്യമായിട്ട് മാറും. അങ്ങനെ ഉള്ള ഒരു ശുശ്രൂഷ, അതാണ് ക്രിസ്തീയ ഉദവി പ്രവർത്തനങ്ങളുടെ എല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന വ്യതിരിക്തത എന്ന് പറയുന്നത്. മറ്റ് എല്ലാവരും സാമൂഹിക പ്രവർത്തനമൊക്കെ നടത്തുന്നവരാണ്. അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു പ്രവാഹം ഒഴുക്കൊക്കെ കാണാനായിട്ട് കഴിയും. ലൂക്കാസ് വിശേഷം 9, 10, 17 വരെയുള്ള വചനങ്ങളിൽ 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന ഈശോയുടെ അത്ഭുതമാണ് അപ്പം വർദ്ധിപ്പിക്കൽ. ഈശോയുടെ അത്ഭുതങ്ങളില് വലിയൊരു ജനക്കൂട്ടം നേരം ഈശോയുടെ കൂടെ നിന്ന് വചനമെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കാറായപ്പോൾ ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, നമുക്ക് വരെ പറഞ്ഞു വിട്ടാൽ എളുപ്പമുണ്ട്, ഒന്നും കൊടുക്കാതെ വില വിട്ടാൽ നമ്മളെല്ലാം അങ്ങനെ ചെയ്യാം, നിങ്ങളല്ല ഞാനൊക്കെ അങ്ങനെ ചെയ്യാം, എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അതാണ് ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞത്. സമയമാകുമ്പോൾ വിശക്കുന്നുണ്ട്, ഇവരെയൊക്കെ പറഞ്ഞു വിട്ടാക്ക വരില്ല. ഈശോയോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞെന്ന് നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കും. സ്നേഹി സമൂഹത്തിന്റെ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈശോ പഠിപ്പിച്ച കാര്യമാണ്. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഈ പാവപ്പെട്ട മനുഷ്യർക്കെല്ലാം ഭക്ഷണം കൊടുത്ത് അവരെയൊക്കെ പരിഹരിച്ച് നിത്യജീവന് ഉടമകളാക്കി. അവരുടെ ഭക്ഷണം കൊടുക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ എല്ലാവരും ചെയ്യുന്നതാണ്. ഇത് ലോകത്തിൽ എല്ലാവരും ചെയ്യുന്നത്. വലിയ ഭക്ഷണം കിട്ടാത്തവരുടെ ഭക്ഷണം കൊടുക്കും. സർക്കാർ ഇപ്പോൾ കിറ്റ് കൊടുത്തുകൊണ്ടിരിക്കും, കിറ്റ് കൊടുക്കും, ഇഷ്ടം പോലെ കൊടുക്കും. നിങ്ങൾ കൊടുക്കുന്നത് എന്താണ്? കിറ്റും ഒപ്പം നിത്യജീവിതം കൊടുക്കും. അത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് അർത്ഥവും അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതാണ് ക്രിസ്തീയമായ നമ്മുടെ ദൗത്യവും സ്നേഹീയ സന്യാസി സമൂഹത്തെ സവിശേഷമായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന മുതലേ ബഹുമാനപ്പെട്ട സ്ഥാപക പിതാവ് പഠിപ്പിച്ച ദർശനവുമെല്ലാം അതാണ്. അങ്ങനെയായിരിക്കുമ്പം ലോകത്തിൽ ഈശോയുടെ മുഖം പ്രകാശിപ്പിക്കാൻ കഴിയും എന്നുള്ളത് വ്യക്തമാണ്. ജൂബിലി ആചരിക്കുന്ന എല്ലാവരെയും ദൈവസേനയെ സമർപ്പിക്കുന്നു. നമ്മുടെ ജൂബിലി എന്ന് പറഞ്ഞാൽ അതെല്ലാം നിങ്ങൾ പഠിച്ച് വെച്ചിട്ടുണ്ടല്ലേ. ജൂബിലി എന്ന് പറഞ്ഞാൽ ജൂബേൽ എന്ന വാക്കിൽ നിന്ന് വരുന്നു. കാഹളം മുഴക്കമാണ് അതിൻ്റെ അർത്ഥം. പഴയ നിയമത്തിലാണല്ലോ, ലേവിയുടെ പുസ്തകത്തിലെ നിയമാവർത്തനത്തിലുമാണ് ഈ ജൂബിലിയെ കുറിച്ച് വളരെ വ്യക്തമായുള്ള എന്താണ് ജൂബിലി. ജൂബിലി ഒരു സന്തോഷമാണ്, കാഹളം മുഴക്കണം. ജൂബിലിയുടെ ഈ കാഹളം കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന ഒത്തിരി പേരുണ്ട്. കാഹളം സന്തോഷം ഉണ്ടാകും. അത് ഈ സ്നേഹിത ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന കാര്യമാണ്. സന്തോഷം ഉണ്ടാകുന്ന ആൾക്കാർ, പരദേശികൾക്ക്, ദരിദ്രർക്ക്, ഒന്നുമില്ലാത്തവർക്ക്, കടം കീറി തകർന്നിരിക്കുന്നവർക്ക്, അടിമകൾക്ക്, ഇവർക്കെല്ലാം സന്തോഷമാണ്. എന്താണ് കാരണം? ആശ്വാസം കിട്ടും. ഇങ്ങനെ ഒരു ഇസ്രായേലിലെ ഒരു നീതി വ്യവസ്ഥ, ദൈവത്തിന്റെ ഒരു നീതി വ്യവസ്ഥയ്ക്ക് കാരണമാകുന്ന വിധത്തിൽ ഇസ്രായേൽ സമൂഹം തന്നെ രൂപപ്പെടുത്തിയ ഒരു ചിട്ടക്രമമാണ് ഈ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആചാരങ്ങൾ.
അതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശ്രേഷ്ഠമാക്കുന്നതാണ്. ഈ ജൂബിലി വർഷം നിങ്ങൾക്കെല്ലാം കൂടുതൽ കൂടുതൽ അനുഗ്രഹം ഉണ്ടാവണം. നിങ്ങളിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർത്ത് സഭയും സമൂഹവും എല്ലാം സന്തോഷിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂടെയുള്ള ഇവരെയും വരാൻ പറ്റാത്തവരെയെല്ലാം ദൈവത്തിന് നമ്മൾ സമർപ്പിക്കാം. ദൈവം ഇവരുടെ പ്രവർത്തിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് കൂടുതൽ ശക്തമായി ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാൻ വരും കാലങ്ങളിൽ ആരോഗ്യവും ആയുസ്സും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് നമുക്ക് പരിശുദ്ധ പ്രാർത്ഥിക്കാം. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ യോസേഫ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ യോസേഫ് മെത്രാന്റെയും മാർ യാക്കോബ് മെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷകരുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ തോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ.
പ്രിയറുഹായിക്കും സ്തുതിയുന്നു. ദൈവാംബികയെ മാർയൗസേപ്പിനെ സാദരമൂർത്തിയിടാ. പാവനമീ ബലി സർവ്വരുമൊന്ന പാടിയിടട്ടെ. ആമേൻ ആമേൻ. മഹോമായ നിരസാക്ഷികളെ സർക്കന്യകളെയും ബലിയിലൊപ്പിടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. അവരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിരരായിടുക. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമായ സർവ്വത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തിയുള്ള ജഗന്നാഥനും ലോകമെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുള്ള ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം പ്രദാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായി നമുക്ക് വേണ്ടിയും നമ്മളെ രക്ഷിക്കുന്നതിനും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും ശരീരം സ്വീകരിച്ച മനുഷ്യനായി പിറന്നു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക്
വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെയും പാത്രീർക്കീസുമാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതര വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവശക്തനുമായ ദൈവമേ, അങ്ങ് സകലത്തിന്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു. അഗ്രാഹ്യവും അവർണ്ണനീയവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് ഈശോമിശിഹ മനുഷ്യ സ്വഭാവം വഴി പൂർത്തിയാക്കിയ അത്ഭുതാവകവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധ റൂഹായെ അച്ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും അങ്ങയുടെ കൃപയാൽ പരിശുദ്ധവും സുദീർഘവുമായി ദൈവരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോട് ഏകീഭവിക്കുന്നതിനും ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി. എന്റെ കർത്താവേ, ഞങ്ങളുടെ നിസ്സാരതയും ദൗർബല്യവും അങ്ങ് പരിഗണിക്കരുതേ. അങ്ങയുടെ ദയയാലും കവിഞ്ഞൊഴുകുന്ന കാരുണ്യത്താലും പരിശുദ്ധ റൂഹായുടെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ അങ്ങയുടെ മുമ്പാകെ നിൽക്കുവാനും സജീവവും പരിശുദ്ധവും സ്വീകാര്യവും രക്തരഹിതവുമായ ഈ ബലി വഴി കൃപയും കാരുണ്യവും കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങേ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവ്യസുതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ പാത്രീർക്കീസുമാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാ സമൂഹത്തിലെ മറ്റ് ജീവിതാന്തസ്സുകളിൽപ്പെട്ട പലർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലോകത്തിന് സമാധാനം ഉണ്ടാകാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപ്രദമാക്കുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാധനികർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുൻപിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇന്ന് രജത ജൂബിലി നിലവിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട 23 സഹോദരിമാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠന്റെ മാധ്യസ്ഥ്യം വഴി സമാധാന സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും
സമാധാനം നമ്മോടുകൂടെ.
പ്രാർത്ഥിക്കുകയും മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗ്ഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം പ്രാർത്ഥിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, സത്യമായും അങ്ങ് പരിശുദ്ധനും എന്നേക്കും സ്തുത്യർഹനുമാകുന്നു. സത്യത്തിന്റെ പിതാവായ ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായും പരിശുദ്ധനാകുന്നു. സൃഷ്ടിക്കപ്പെടാത്ത ദൈവ സ്വഭാവമുള്ളവനും സകലത്തിന്റെയും കാരണഭൂതനുമായ റൂഹാദകുദിശയും പരിശുദ്ധനാകുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു. അവിടുത്തെ വാസസ്ഥലവും പരിശുദ്ധമാകുന്നു. തന്റെ കൃപയുടെ ദാനം സ്വീകരിക്കുവാൻ അർഹരാക്കപ്പെട്ട സകലരെയും അവിടുന്ന് സത്യത്തിൽ പൗത്രീകരിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങേ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇല്ലായ്മയിൽ നിന്ന് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചു, സ്വാതന്ത്ര്യവും ബുദ്ധിശക്തിയും നൽകി. ബഹുമാനത്തിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. ആദ്യം മുതൽ എല്ലാ സമയവും ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ അങ്ങ് സത്താലുവാകുന്നു. അങ്ങയുടെ മഹനീയവും ഭയഭക്തിജനകവുമായ നാമത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. സ്വർഗീയരുടെ എല്ലാ ഗണങ്ങളും ഞങ്ങളോടുകൂടെ അങ്ങയെ സ്തുതിക്കുന്നു. അവർ നിര്യമായ കൃപയെക്കുറിച്ച് അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ പരിശുദ്ധ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്ത ജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിന്റെ തികവിൽ അവൻ തന്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും അവനിൽ വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാകുന്നു. സകലത്തിന്റെയും പൂർത്തീകരണവും സകലതും പൂർത്തിയാക്കുന്നവനും അവിടുന്നാകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹാ വഴി അവിടുന്ന് തന്നെ തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തന്റെ ശരീരത്തിന്റെ ഒരിക്കൽ മാത്രമുള്ള സമർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. സ്ലീവായിലെ തന്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും നിർമ്മലപ്പെടുത്തി അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ വിശുദ്ധ സ്ത്രീകന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായി രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു: ഇത് ലോകത്തിന്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ
രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവീകവുമായി രഹസ്യം വിനീതരും ബലഹീനരും നിസ്സാരനുമായി ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രിയജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർ, പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകർ എന്നിവർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും രോഗികൾ, ക്ലേശിതർ, ആകുലർ, പീഡിതർ, അഗതികൾ, ദുഃഖിതർ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവർ എന്നിവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും എളിയവനും ബലഹീനമായ എനിക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുത്. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പാപം മൂലം അയോഗ്യരായിരുന്നിട്ടും അങ്ങയുടെ കാരുണ്യാതിരകത്താൽ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധ റൂഹായുടെ കൃപയാൽ നവീകരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവീകവുമായ ശുശ്രൂഷ അങ്ങയുടെ മുമ്പാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രനായ ഞങ്ങളുടെ കർത്താവീശോ മിശിഹാ വഴി ഞങ്ങൾക്കെല്ലാവർക്കും കൈവന്ന മഹനീയ രക്ഷയെ കൃതജ്ഞതാപൂർവ്വം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ഈ ബലി നുറങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടി അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന്റെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ഈ ബലിയിൽ അങ്ങ് സംപ്രീതനായി കാരുണ്യപൂർവ്വം ഇത് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നെന്നും വസിക്കാൻ ഇടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയതകളും സഭയിൽ നിന്ന് അകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാൻ ഇടയാക്കണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ തലവനായ മാർ ഫ്രാൻസിസ്കോസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യൂസഫ് മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ യൂസഫ് മെത്രാനും എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും ശംശാനമാരും സമർപ്പിതരും ആത്മായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടി ശുശ്രൂഷ ചെയ്യുന്നതിനും
അങ്ങേ പ്രസാദിപ്പിക്കുന്നതിനും നമ്മുടെ കർത്താവിശ്വമിശിഹ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാകുന്നതിന് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെ മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സത്പ്രവർത്തികളോടും കൂടി തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരാൻ ഇടയാക്കണമേ. പാപിയും അയോഗ്യമായ ഈ ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ധൈര്യവും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും മത്സരത്തിന്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് സത്യവിശ്വാസത്തോടെ മരിച്ചുപോയവർ നിത്യ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ ആദ്യം മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിന്റെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമാണെന്നും അവർ അറിയട്ടെ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവിശ്വമിശിഹ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയാലും പരിശുദ്ധ റൂഹായാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിന്റെ മനുഷ്യരുടെ മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, മർത്യമായ ശരീരത്തിലും അമർത്യമായ ആത്മാവിലും അവർ ചെയ്തുപോയ തെറ്റുകളും കുറ്റങ്ങളും അങ്ങയുടെ മുമ്പാകെ വന്നു പോയിട്ടുള്ള വീഴ്ചകളും കൃപാപൂർവം മോചിക്കണമേ. എന്തുകൊണ്ടെന്നാൽ പാപം ചെയ്യാത്തവരും അങ്ങേ പക്കൽ നിന്ന് കരുണയും പാപമോചനവും ആവശ്യമില്ലാത്തവരുമായി ആരുമില്ല. അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങളിൽ സംപ്രീതനാകണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താവേ, ആരാധനായ ദൈവമേ, ഞങ്ങളുടെ അതിരങ്ങളുടെ ഫലമായ സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ പ്രസാദിക്കണമേ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധ റൂഹായുടെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെ മേൽ ഇറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിന്റെ സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. കർത്താവായ ദൈവമേ, പാപമാന്യങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹത്തിനാക്കണമേ. വഴിതെറ്റി പോയ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എന്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ശുശ്രൂഷയാക്കണമേ. കർത്താവായ ദൈവങ്ങളുടെ കാര്യം പ്രത്യാശപുരം കാത്തിരിക്കുന്ന ഈ ജനത്തെ അവിടുത്തെ സിംഹാസനമായി ബലിപീഠത്തെയും പാപമൂലകമായ രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കി. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ,
നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളതാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. Thank you.
മഹോന്നതയുമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ ഓർമ്മിക്കുകയും ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ സ്ലീവ ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നുപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ Oh
ബോധം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ സ്നേഹം തുളുമ്പിടുന്ന നാഥ കരിഞ്ഞു നവ്യ സേവൻ സ്വരിഞ്ഞിടമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയനാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാളുകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നത ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ വിശിക കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവർ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ ആചാരം നിന്റെ കാരുണ്യാഗ്രഹത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായി നിവർത്തിച്ച് എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ദാനങ്ങൾ പിതാവ സകലേശൻ നിരവധു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സമ്പമാനിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ സംപാനം ചെയ്യും.
ദിവസമുയിപ്പിക്കും നിത്യായി സമനേകും നാഥനും തേടും. അരുളിയ പോലെ നീ ബലി പങ്കാളികള അഖിലക്കും ദൈവം കനിവാരുളത്തെ ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ദാനങ്ങൾ നൽകിയ മരുളത്തെ ദൈവം കരുണയുണ്ടെന്നും. ജീവൻ നൽകും ദൈവികമ ശുദ്ധിയേറുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിരത്തുയർത്തെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായിത്തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എന്നേക്കും.